ഗുഡ് ഈവനിങ്. എൻ്റെ അടുത്തൊരു ഡൗട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്രൂപ്പിൽ ഞാൻ പറയാതിരുന്നത്, അത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലായാലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എക്സാമിന് ചോദ്യം വരാറുണ്ട്, സെറ്റിനും നെറ്റിനൊക്കെ റിപ്പീറ്റഡ് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് കരുതി. എനിവേ നോക്കാം നമുക്ക്. ഇതായിരുന്നു ആ ചോദ്യം. ഓക്കെ, രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റിലെ ലേണിംഗ് സ്റ്റൈലും രണ്ടാമത്തെ ലിസ്റ്റിലെ അതിന്റെ ഫീച്ചറും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കണക്ട് ചെയ്യണം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കതിനെ കണക്ട് ചെയ്യുന്നതിന് മുമ്പേ അത് എന്താണ് എന്നുള്ളതൊന്ന് പഠിക്കാം. ഓക്കെ, എന്താണ് എന്നുള്ളതൊന്ന് പഠിക്കാം. ദിസ് ഇസ് ദ വൺ. അത് ലേണിംഗ് സ്റ്റൈൽ അക്കോമഡേറ്റർ തന്നിട്ടുണ്ട്, കൺവേർജർ തന്നിട്ടുണ്ട്, ഡൈവേർജന്റ് തന്നിട്ടുണ്ട്, അസിമുലേറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് അക്കോമഡേറ്ററിൽ തുടങ്ങാം. അക്കോമഡേറ്റർ ഇതൊക്കെയും ലേണിംഗ് സ്റ്റൈലുകളാണ്, പഠനത്തിന്റെ രീതികളാണ്, പഠിക്കുന്ന ആളുകളുടെ ഫീച്ചറുകളാണ് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇതില് അക്കോമഡേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പീപ്പിൾ വിത്ത് ദിസ് ലേണിംഗ് സ്റ്റൈൽ, അതായത് അക്കോമഡേറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന, അങ്ങനെ ഒരു ലേണിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ്, കാൻഡിഡേറ്റ്സ്, ലേണേഴ്സ് ആണെങ്കിൽ ആർ സ്ട്രോങ്ങസ്റ്റ് ഇൻ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ. അവരെന്തായിരിക്കും, അവർ സ്ട്രോങ് ആയിരിക്കും. എവിടെ, ഒരു കാര്യത്തിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള അനാലിസിസ് പറയുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്ത്, എക്സ്പെരിമെന്റ് ചെയ്ത്, ആക്റ്റീവ്ലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അതിനെ അനുഭവിച്ച് അതിന്റെ അനാലിസിസ് പറയുന്നതിൽ മിടുക്കന്മാരായിരിക്കും ആര്, ഈ അക്കോമഡേറ്റേഴ്സ്. ദിസ് സ്റ്റൈൽ ഈസ് ബേസിക്കലി ദ ഓപ്പോസിറ്റ് ഓഫ് ദ അസിമുലേറ്റർ. അസിമുലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അസിമുലേറ്റർ എന്താന്ന് പഠിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്ക് അക്കോമഡേറ്റർ എന്താന്ന് മനസ്സിലാക്കാം. അക്കോമഡേറ്റേഴ്സ് ആർ ഡൂസ്. അവർ ചെയ്ത് പഠിക്കുന്നവരായിരിക്കും, എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുന്നവർ. ദേ എൻജോയ് പെർഫോമിംഗ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ക്യാരിയിങ് ഔട്ട് പ്ലാൻസ് ഇൻ ദ റിയൽ വേൾഡ്. അവരെന്ത് ചെയ്യും, അവരുടെ പരീക്ഷണങ്ങളെ, അവരുടെ സംശയങ്ങളെ, അവർക്ക് തെളിയിക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ, ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി എക്സ്പെരിമെന്റ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ വെച്ചു കൊടുക്കും. ദേ ഹാവ് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. കയ്യിലിട്ട് അമ്മാനെ മാട്ടി പഠിക്കുന്ന മനുഷ്യന്മാരെന്ന് പറയും. അതായത് അവർ അനുഭവിച്ചേ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ അവര് തെളിവോടുകൂടി കണ്ടു കഴിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്താലേ അവരുടെ ഉള്ളിൽ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. അത്തരം ആളുകളെയാണ് നമ്മൾ അക്കോമഡേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഹാൻഡ്സ് ഓൺ ലേണിംഗ്, ഒക്കെ ചെയ്തു പഠിക്കുന്ന മനുഷ്യന്മാർ. അടുത്താണ് കൺവേർജന്റ് എന്ന് പറയുന്ന ടീം. കൺവേർജർ എന്ന് പറയുന്ന ആളുകളെ, അവരെ സംബന്ധിച്ച് ദേ ആർ people with this learning style have dominant abilities in the areas of abstract conceptualization and active experimentation. നേരത്തെ നമ്മൾ പറഞ്ഞു അക്കോമഡേറ്റേഴ്സ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, അതായത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് എന്തുണ്ടാവും, അവർക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. നേരെ മറിച്ച് കൺവേർജറിലേക്ക് വരുന്ന സമയത്ത് അബ്സ്ട്രാക്റ്റ് ആണ് സാധനങ്ങൾ, എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പലർക്കും പല എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും അതിന് ഫീൽ. അപ്പൊ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റലൈസേഷൻ ആണ്. ഞാൻ ഉണ്ടാക്കുന്ന സെയിം എക്സ്പീരിയൻസിനെ നമ്മൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും ഒന്നിച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോരുത്തരും അതിനെടുക്കുന്ന തലം വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. അവിടെയും ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ കോൺസെപ്റ്റലൈസേഷൻ ഒരു അബ്സ്ട്രാക്ട് നിലവാരത്തിലാണ് നടക്കുന്നത് മാത്രം. ദേ ആർ ഹൈലി സ്കിൽഡ് ഇൻ ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ്. പല രീതിയിൽ അബ്സ്ട്രാക്ട് ആയിട്ട് സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരു ഐഡിയന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനെ പറ്റി കൃത്യമായി അറിയുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും അവർ. ഒരു ഐഡിയയെ പറ്റി പ്രാക്ടിക്കൽ അപ്ലിക്കേഷന്റെ എല്ലാ വശങ്ങളും തിങ്ക് ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും. ദേ ടെൻഡ് ടു ഡു ബെസ്റ്റ് ഇൻ സിറ്റുവേഷൻ വേർ ദർ ഇസ് എ സിംഗിൾ ബെസ്റ്റ് സൊല്യൂഷൻ ഓർ ആൻസർ ടു എ പ്രോബ്ലം. അതായത് അവരെന്ത് ചെയ്യും, ആ സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പഠിച്ചെടുക്കാൻ വേണ്ടി അവരവരുടെ ബെസ്റ്റിൽ ചെയ്യും. ദർ ഇസ് എ സിംഗിൾ ബെസ്റ്റ് സൊല്യൂഷൻ ഓർ ആൻസർ ടു എ പ്രോബ്ലം. ഒരൊറ്റ ആൻസർ, ഒറ്റ സൊല്യൂഷൻ ഒക്കെ ഉള്ളെങ്കിൽ അതിന്റെ ബെസ്റ്റിൽ അവരതിനെന്ത് ചെയ്യും, ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും. ഔട്ട് ഓഫ് ഓൾ 4 ലേണിംഗ് സ്റ്റൈൽസ്, അക്കോമഡേറ്റേഴ്സ് ടെൻഡ് ടു the greatest risk takers. They are good at thinking on their feet and changing their plans spontaneously in response to new information. അപ്പൊ ഈ 4, അതായത് നമ്മൾ ഈ പറയാൻ പോകുന്ന വേറെ 2 വേറെയുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ എടുക്കുമ്പോൾ ശരിക്കും റിസ്ക് എടുക്കുന്നവർ അക്കോമഡേറ്റേഴ്സ് ആണ്. കാരണം അവർ ചെയ്താ പഠിക്കുന്നത്. മറ്റൊരു സകലമാന വശങ്ങളും സബ്ജക്റ്റീവായിട്ട് തിങ്ക് ചെയ്ത് കൺവേർജന്റ് ടീം തിങ്ക് ചെയ്തിട്ടാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത്. ഇനി
അടുത്താണ് ഡൈവേർജർ എന്ന് പറയുന്ന ടീം. ഡൈവേർജേഴ്സിന്റെ പ്രത്യേകത, they have dominant abilities, lies in the areas of concrete experience and reflective observation. അതായത് അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങള് റിഫ്ലക്റ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഡോമിനന്റ് എബിലിറ്റീസ് ഉള്ള അതിലേറ്റവും മികവുറ്റ മനുഷ്യന്മാരായിരിക്കും ഡൈവേർജർ ലേണേഴ്സ് എന്ന് പറയുന്ന ടീംസ്. എസെൻഷ്യലി ദ ഓപ്പോസിറ്റ് സ്ട്രെങ്ത് ഓഫ് കൺവേർജർക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണത്. എന്ത്? ഈ പറയുന്ന റിഫ്ലക്ട് ചെയ്യാൻ, ഒബ്സർവ് ചെയ്തതിനെ റിഫ്ലക്ട് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത്. People with this learning style are good at seeing the big picture and organizing smaller bits of information into a meaningful whole. ഇത്തരം ഡൈവേർജർ ലേണേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നറിയോ, അവര് ഗുഡ് അറ്റ് സീയിങ് ദ ബിഗ് പിക്ചർ ആൻഡ് ഓർഗനൈസിങ് സ്മോൾ. അവർ ഭയങ്കരമായിട്ടുള്ള ഒബ്സർവേഷണൽ സ്ട്രെങ്ത് ഉള്ള മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളെ, ഒരു സാധനത്തിനുള്ള വലിയ ആശയങ്ങളെ കാണാനും അതിനെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് അനലൈസ് ചെയ്ത് അർത്ഥതലങ്ങളിലേക്ക്, വലിയ അർത്ഥതലങ്ങളിലേക്ക് എത്തിക്കാനും കമ്പൈൻ ചെയ്യാനും കഴിവുള്ള ആളുകളായിരിക്കും. ഡൈവേഴ്സിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മനുഷ്യന്മാര്. Divergers tend to be emotional and creative and enjoy brainstorming to come up with the new ideas. Artist, musician, counselor and people with a strong interest in the fine arts, humanities and liberal arts tend to have this learning style. കലാകാരന്മാരായ മനുഷ്യന്മാരുണ്ടാവുമല്ലോ, ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യന്മാര്, കൗൺസിലേഴ്സ്, അതേപോലെ പുതിയ ഐഡിയയുമായിട്ട് നിരന്തരം മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുന്ന, പുതിയ പുതിയ ഫ്രഷ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയ മേക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഡൈവേർജേഴ്സ് ആയിരിക്കും. കാരണം അവരിങ്ങനെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പുതിയ ആശയങ്ങളും പുതിയ സംഭവങ്ങളും പുതിയ ഐഡിയകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അടുത്ത ടീമാണ് അസിമുലേറ്റർ എന്ന് പറയുന്ന ടീം. അസിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ സ്കിൽഡ് ഇൻ ദ ഏരിയാസ് ഓഫ് അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ ആൻഡ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈവേർജന്റിന്റെ ഒരു പ്രത്യേകത അവർ കോൺക്രീറ്റ് എക്സ്പീരിയൻസും റിഫ്ലക്റ്റീവ് ഒബ്സർവേഷനും ആണ്. അസിമുലേറ്ററിലേക്ക് വരുമ്പം ദേ ആർ അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ ആൻഡ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്രിയേറ്റിംഗ് തിയററ്റിക്കൽ മോഡൽസ് ഈസ് വൺ ഓഫ് ദിയർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. അതായത് തിയറട്ടിക്കൽ മോഡൽസിന്, അതിന്റെ തിയറി എന്താണ് എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുന്ന തരം ലേണേഴ്സ് ആയിരിക്കും, അതിന് അപാരമായ കഴിവുള്ളവരായിരിക്കും അസിമുലേറ്റേഴ്സ്. They tend to be more interested in abstract ideas than in people, but they are not greatly concerned with the practical application of the theories. അവർക്ക് ഈ തിയറിയുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനെ പറ്റിയൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം തിയറികളെ ആയിരിക്കും, അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് അവർ വരികയില്ല. Individuals who work in math and basic science tend to have this type of learning style. Assimilators also enjoy work that involves planning and research. ഈ മാത്സ്, സയൻസ് ഒക്കെ എടുത്ത്, ബേസിക് സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് തിയറികളാണ്, ഇക്വേഷൻസും തിയറികളൊക്കെയാണ് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. അവർ എൻജോയ് ചെയ്യുന്ന അത്തരം ചില തിയറട്ടിക്കൽ പാർട്ടിലായിരിക്കും. അവരെ സംബന്ധിച്ച് എന്തില്ല, പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് കടക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ചുരുക്കി പറയാം. അക്കോമഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള ഡൂവേഴ്സ്, അവര് ചെയ്തു പഠിക്കും, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കും. കൺവേർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഈ പറയുന്ന പോലെ എന്താ പറയാ, കോൺക്രീറ്റ് ഈ ടേംസ് പഠിക്കണേ, ടേംസ് ഈസ് ഇമ്പോർട്ടന്റ്. അക്കോമഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസും ആക്റ്റീവ് എക്സ്പെരിമെന്റേഷനും കൂടെ കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര്. കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷനും പ്ലസ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷനും കൂടെയുള്ള ആളുകള് അവർ ഐഡിയാസിന്റെ പ്രാക്ടിക്കൽ വശങ്ങളെ പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഡൈവേർജേഴ്സ് എന്ന് പറയുന്ന ടീമാണെങ്കിലോ അവർ കോൺക്രീറ്റ് എക്സ്പീരിയൻസിനെയും റിഫ്ലക്റ്റീവ് ഒബ്സർവേഷനെയും പറ്റിയായിരിക്കും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. കൺവേർജറിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു കാര്യത്തിലെ വലിയ ആശയങ്ങളെ കാണാനും അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് മീനിങ് ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന വലിയ മനുഷ്യന്മാര്. അവർ ഭയങ്കരമായിട്ട് കലാപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അസിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രയേ ഉള്ളൂ, അവർക്ക് തിയറിയാണ് ഇമ്പോർട്ടന്റ്, അവർക്ക് പ്രാക്ടിക്കൽ സൈഡ് അല്ല ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്തിനെയൊക്കെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കാം നമുക്ക്. യെസ്, അക്കോമഡേറ്റേഴ്സിന് നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യാം? ഹാൻഡ്സ് ഓൺ ലേണിംഗ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദേ ആർ ഡൂവേഴ്സ്, ചെയ്തു പഠിക്കുന്നവരാണ്. കൺവേർജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ എങ്ങോട്ട് കണക്ട് ചെയ്യാം? ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആൻഡ് തിയറി. അതായത് തിയറി ഉണ്ട്, പക്ഷെ അവര് ഹാൻഡ്സ് ഓൺ ലേണിംഗും ആണ്. അതായത് തിയറിന്റെ പ്രാക്ടിക്കൽ വശങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള, ആ കാപ്പബിലിറ്റി ഉള്ള മനുഷ്യന്മാര്. ദെൻ ഡൈവേർജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെയും അതിനെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന മനുഷ്യന്മാര്. അസിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിരന്തരം അവരെ സംബന്ധിച്ച് തിയറിയും ഫാക്റ്റും മാത്രമല്ല, അവർക്ക് പ്രാക്ടിക്കൽ സൈഡേ ഇല്ല. ഇതാണ് അതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ, ആ രീതിയിൽ പഠിക്കുക. ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് ടോപ്പിക് ആണ്, നെറ്റിനും സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം സാധനത്തിന്. എനിവേ ദാറ്റ്സ് ഇറ്റ്, അതാണ് ചോദ്യം.
ഇനി നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക് ഹയർ എഡ്യൂക്കേഷന്റെ PYQ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ഒരു PYQ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷന്റെ ഏതൊരു സെഷനിൽ. അത് കൂടാതെ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം കൂടാതെ ഉള്ളൊരു ചോദ്യ പേപ്പർ 2023 ജൂണിൽ കഴിഞ്ഞ ചോദ്യം. അതിനു മുമ്പ് വീണ്ടും പറയാണ്, നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ മറന്നുപോയി. എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഓരോ പേപ്പറും ഏതൊക്കെ ഡേറ്റിനാണ് എന്നുള്ളതിന്റെ ഷീറ്റ് വന്നിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ എല്ലാവരും അറബിക്കാണെങ്കിൽ എങ്ങനെയാന്നുള്ളത് നോക്കുക. അറബിക്ക് അല്ലാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ പേപ്പർ ടു സബ്ജക്ട് എന്നാണോ എക്സാം എന്നുള്ള എന്ത് ചെയ്യുക നോക്കുക. എന്നിട്ട് മുമ്പിലുള്ള ദിവസങ്ങളെ എണ്ണുക. അതിനെന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ ക്രൂഷ്യലാണെന്ന് മനസ്സിലാക്കുക. ക്ലാസ്സുകൾ കേൾക്കുക. പറ്റുന്നതും സിലബസിലേക്ക് പോവാതെ പേപ്പർ 1ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യുക. കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഓരോന്നും എന്ത് ചെയ്യുക, ഒന്നും മിസ് ചെയ്യാതെ കേൾക്കുക. മോക്ക് ടെസ്റ്റുകൾ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോവുക. പിയർ ഗ്രൂപ്പ് ലേണിംഗിന്റെ ഒക്കെ ഭാഗമായിട്ട് മാറുക. ടീമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ട്രാക്കിലാണെന്ന് ഉറപ്പുവരുത്തുക. ട്രാക്കിലാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ചിലപ്പം ഏറ്റവും ആദ്യം ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ കുട്ടികൾ പോലും നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ PYQ ഉണ്ടായിരുന്നു. അതും ജൂൺ 2023 PYQ മുതലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പോലും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക് ഹയർ എഡ്യൂക്കേഷൻ പോലും ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ആവശ്യത്തിലധികം കിട്ടുകയും PDF-കളും മോക്ക് ടെസ്റ്റുകളൊക്കെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രോപ്പറായിട്ട് ട്രാക്കിൽ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ടെൻഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഏരിയയിലേക്ക് വരേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്കുള്ള പണി മാത്രം എടുത്താൽ മതി. എനിവേ എന്ത് ചെയ്യുക, ഡേറ്റ് നോക്കുക. ഡേറ്റ് നോക്കിയിട്ട് എന്നാണ് എക്സാം എന്ന് ഉറപ്പുവരുത്തുക. അതിലേക്കുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ നോക്കാം. നമ്മൾ ഹയർ എഡ്യൂക്കേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2023 ലാസ്റ്റ് പറഞ്ഞ സമയത്ത് വി ടോക്ട് അബൌട്ട് 13/6 കൊമേഴ്സിന്റെ ഫോർമൺഷിപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിന്റെ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താണ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ മതി. ഇനി നമ്മൾ 22/6 ഫോർമൺഷിപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹയർ എഡ്യൂക്കേഷന്റെ മാത്രം ചോദ്യങ്ങളെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പലവട്ടം പറഞ്ഞ പോലെ ഹയർ എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് ICT പോലെയുള്ള ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് GK ആണ്. ഓക്കെ, GK ബേസ് ചെയ്തിട്ടാണ് അതിൽ ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് നിരന്തരം അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂടുതൽ ടോപ്പിക്കുകളെ പറ്റി നമ്മൾ അറിയാമെന്നുള്ളതാണ്. അപ്പൊ ചോദ്യം, അതിന്റെ 4 ഓപ്ഷൻസ്, അതിൽ 4 കാര്യങ്ങൾ പഠിക്കാന്നുള്ള, അങ്ങനെ 4 കാര്യങ്ങൾ പഠിക്കുമ്പം നമ്മൾ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുമായിട്ട് എന്ത് ചെയ്യണം, ഒഫീഷ്യൽ വെബ്സൈറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം അതിന്റെ നരേഷനും എക്സ്പ്ലനേഷനും സൊല്യൂഷനും ഒക്കെ പഠിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെയും ആ കൺസേൺഡ് വെബ്സൈറ്റിൽ നിന്നും ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള അബൌട്ട് പേജിലെ കണ്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പറയുന്ന ടോപ്പിക്കിനെ കാണാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ആ സൈറ്റിലേക്ക് കയറി പോയി സമയം കളയണമെന്നില്ല. ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, ഇന്നലെ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് അർത്ഥം. എനിവേ നോക്കാം. 22/6/2023 ഫോർനൂൺ ഷിഫ്റ്റിലെ ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യം. ആദ്യത്തെ ചോദ്യം ഇതാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO എന്ന് പറയും. കണ്ടക്ട് സർവേ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എവറി -ഇയർ. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എഡ്യൂക്കേഷന്റെ മേഖലയിൽ സർവേ നടത്താറുണ്ട്. എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റിന്റെയും മേഖലയിൽ സർവേ നടത്താറുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അത് എത്ര വർഷം കൂടുമ്പോഴാണ്? 1 വർഷം കൂടുമ്പോഴാണോ, 5 വർഷം കൂടുമ്പോഴാണോ, 10 വർഷം കൂടുമ്പോഴാണോ, 20 വർഷം കൂടുമ്പോഴാണോ? ഗസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഗസ് ചെയ്യാം. തെറ്റിപ്പോയാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ തെറ്റിച്ചാണല്ലോ എന്നുള്ളത്. ഓപ്ഷൻ ബി പറയുന്നു 5 വർഷം കൂടുമ്പോഴാണ് NSSO അവരുടെ സർവേ നടത്താറുള്ളത്. 5 വർഷം കൂടുമ്പോഴാണ് NSSO സർവേ നടത്താറുള്ളത്. നമുക്ക് NSSO ഒന്ന് പരിചയപ്പെടാം. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO എന്ന് വിളിക്കും. ഇവരാണ് ഈ സർവേ നടത്തുന്ന ടീം. ഈ സർവേ നടത്തുന്ന ടീം ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ്, അധികം കേട്ടിട്ടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പൊതുവെ എന്താ പറയാ, പത്രവാർത്തകളുടെ മുൻനിര പേജുകളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഒരു ക്രൂഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. നമ്മള് പല ഇമ്പോർട്ടന്റ് സർവേകളും എടുക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയും. അതിന്റെ ഒരു ഓഫീസിന്റെ ഒരു ഘടകമാണ് എന്ത്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് വിളിക്കുന്നത്. ഹെഡഡ് ബൈ എ ഡയറക്ടർ ജനറൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് എ ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേ ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ് ഓഫ് ഓൾ ഇന്ത്യ ബേസിസ്. ഇന്ത്യയിലെ പല മേഖലകളിലെയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല മേഖലകളിലെയും സാമ്പിൾ സർവേകൾ ലാർജ് സ്കെയിലിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു
ഡയറക്ടർ ജനറലൊക്കെ തലപ്പത്തിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസാണ് എന്ത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത്. ഇനി പറയുകയാണെന്ത് primarily data are collected through nationwide household surveys on various socio-economic subjects, annual survey, industries, etc. Besides this survey, NSSO collect data on rural and urban prices and plays a significant role in the improvement of crop statistics through supervision of the area enumeration and crop estimation surveys of the state agency. It also maintains a frame of urban area units for use in sample survey in urban areas. ഇതെങ്ങനെയാണ് ഇവര് സർവേ നടത്താന്ന് വെച്ചാൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സർവേ നടത്തുന്നു പറയുന്നുണ്ട്. അങ്ങനെ നടത്താന്ന് പറയുമ്പോൾ അവരെല്ലാ വീട്ടിലും എത്ര പറയുന്ന പോപ്പുലേഷനെ ബേസ് നോക്കുന്ന സമയത്ത് ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്. അപ്പം ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ പോപ്പുലേഷനിൽ എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങി ഒരു സർവേ നടത്താന്നുള്ളല്ല, അധികാരം വികേന്ദ്രീകരിച്ചു. അതായത് നമ്മള് വീട്ടിൽ വരുന്ന ആശാവർക്കന്മാർ എടുക്കുന്ന സർവേസ് പോലും NSSOന്റെ ഭാഗമാണെന്ന് അർത്ഥം. അതായത് ഡീസെൻട്രലൈസ്ഡ് ഡ്യൂട്ടി ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിനെ കളക്ട് ചെയ്തിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് NSSOന്റെ കയ്യിൽ അതെത്തും. ഇനി NSSOന് ശരിക്കും 5 ഡിവിഷൻസ് ഉണ്ട്. സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ എന്ന് പറയുന്ന SDRD ഡിവിഷൻ, പിന്നെ ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു FOD ഡിവിഷൻ ഉണ്ട്, ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞൊരു DPD ഡിവിഷൻ ഉണ്ട്, ദെൻ സർവേ കോർഡിനേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞ SCD ഡിവിഷനും ഉണ്ട്. ഇതില് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ കൊൽക്കത്തയിലാണ് അതിന്റെ ഓഫീസ്. പല ഡിവിഷനിൽ ഒരു ഡിവിഷനായ SDRD എവിടെയാണ്? കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ് റെസ്പോൺസിബിൾ ഫോർ ടെക്നിക്കൽ പ്ലാനിംഗ് ഓഫ് സർവേസ്, ഫോർമുലേഷൻ, കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ, സാമ്പിളിംഗ് ഡിസൈൻ, ഡിസൈനിങ് ഓഫ് ഇൻക്വയറി ഷെഡ്യൂൾ, ഡ്രോയിങ് അപ്പ് ഫോർ ടാബുലേഷൻ പ്ലാൻ, അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് സർവേ. അതായത് ഒരു സർവേ നടത്തുമ്പോൾ അതിൽ എന്ത് ടെക്നിക്കൽ പ്ലാനിങ് നടത്തണം, എങ്ങനെ എന്ത് മെറ്റീരിയൽ വെച്ച് എങ്ങനെയൊക്കെ സർവേ കണ്ടക്ട് ചെയ്യണം, അതിന്റെ ഫോർമുലേഷൻ, അതിന്റെ കോൺസെപ്റ്റ് ഡെഫിനിഷൻ, അതിന്റെ സാമ്പിൾ ഡിസൈൻ, അതിന്റെ എല്ലാ ടെക്നിക്കൽ സൈഡ് സംഭവങ്ങളും ഡിസൈനിങ് പ്രോസസ് നടത്തുന്നത് ഈ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ എന്ന് പറയുന്ന കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും. അടുത്താണ് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു FOD ഡിവിഷൻ. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്, ഡൽഹിയും ഫരീദാബാദും. ആൻഡ് നെറ്റ്വർക്ക് ഓഫ് 6 സോണൽ ഓഫീസസ്. അതിന് ഏകദേശം 6 സോണൽ ഓഫീസുകളുണ്ട്. ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ സർവേ നടത്തുന്ന വിങ് ആയിരിക്കും. അങ്ങനെ 6 സോണൽ ഓഫീസുകളും 52 റീജിയണൽ ഓഫീസുകളും 117 സബ് റീജിയണൽ ഓഫീസുകളുമായിട്ട് രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷനാണ് അതിന്റെ രണ്ടാമത്തെ കഷ്ണം എന്ന് പറയുന്നത്. അവരാണ്, ആ വിങ് ആണ് ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന പരിപാടിക്ക് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യന്മാര്. ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞൊരു DPD ഡിവിഷൻ ഉണ്ടാവും. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലാണ്. പിന്നെ അതിന് 5ഓളം ഡാറ്റ പ്രോസസിംഗ് സെന്റേഴ്സ് വേറെയുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. സാമ്പിൾ സെലക്ട് ചെയ്യുക, അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അതിലിട്ട് പ്രോസസ് ചെയ്യുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക, ടാബുലാർ ഫോമിലാക്കുക, അതിനെ അനലൈസ് ചെയ്യുക, പ്രോസസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി മൊത്തം ചെയ്യുന്നത് ഈ ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ ആയിരിക്കും. പിന്നെ ഒരു സർവേ കോർഡിനേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു NSSOന്റെ ഒരു ഡിവിഷൻ ഉണ്ട്. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ഔട്ട് ദ ബൈ ആനുവൽ ജേണൽ ഓഫ് NSSO ടൈറ്റിൽഡ് സർവേക്ഷണ എന്ന് പറഞ്ഞിട്ടൊരു ജേണലൊക്കെ NSSOന്റെ കീഴിൽ നിന്ന് വരാറുണ്ട്. അതിന്റെ കോർഡിനേഷൻ, ഇവരുടെ നാഷണൽ സെമിനാറുകളെ കോർഡിനേറ്റ് ചെയ്യുക, ജസ്റ്റ് മൊത്തത്തിൽ ഒരു സർവേ കോർഡിനേഷനും അതിന്റെ അവയർനെസ്സും കാര്യങ്ങളിലും ഒക്കെ കോർഡിനേഷൻ പാർട്ട് സർവേ കോർഡിനേഷൻ ഡിവിഷനിലാണ് വരുന്നത്. അങ്ങനെ 4ഓളം ഡിവിഷൻസ് ആർക്കുണ്ട് NSSOക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പുതിയൊരു ചോദ്യമായിരുന്നു, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. Moving. In 1997, the Union government placed higher education under the category of dash. 1997 യൂണിയൻ ഗവൺമെന്റ് പരിപാടി ചെയ്തു, ഹയർ എഡ്യൂക്കേഷനെ പിടിച്ചൊരു കാറ്റഗറിന്റെ അകത്ത് അങ്ങോട്ട് ഫിക്സ് ചെയ്തു. വിച്ച് കാറ്റഗറി? നോൺ മെറിറ്റ് ഗുഡ് ആണോ, പ്രയോറിറ്റി ഗുഡ് ആണോ, സ്റ്റേറ്റ് ഗുഡ് ആണോ, സെക്കൻഡറി ഗുഡ് ആണോ? Can you make a guesswork? ബിയും നേരത്തെ പറഞ്ഞാല് എയും ഡിയും ഒക്കെ പറയണ്ടേ, നോക്കാം. 1997 യൂണിയൻ ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷനെ നോൺ മെറിറ്റ് ഗുഡിന്റെ കാറ്റഗറിയിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. നോൺ മെറിറ്റ് ഗുഡ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഈ മെറിറ്റ് ഗുഡും നോൺ മെറിറ്റ് ഗുഡും? അതിനു മുമ്പ് ഞാൻ ഒരു ടോപ്പിക് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1976 എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു. അതും കൂടി ഓർക്കട്ടോ, കണക്ട് ചെയ്ത് പഠിക്കാം. ഇത് വേറെയാണ്, ഇത് ആ പരിപാടിയല്ല. ഇത് 1997 നോൺ മെറിറ്റ് ഗുഡിലേക്ക് ഹയർ എഡ്യൂക്കേഷനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. 2 തരം ഗുഡ്സിനെയാണ് ഗവൺമെന്റ് കാറ്റഗറൈസ് ആക്കിയിട്ടുള്ളത്, മെറിറ്റ് ഗുഡ്സും നോൺ മെറിറ്റ് ഗുഡ്സും. ഇതിൽ മെറിറ്റ് ഗുഡുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് മീൻസ് ഐറ്റം, പ്രോഡക്റ്റ്. മെറിറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആർ നോട്ട് സെർവ്ഡ് ഓൺ ദ ബേസ് ഓഫ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസ്. അതായത് നമുക്ക്
പ്രിഫറൻസ് നോക്കിയിട്ട്, അതായത് കൺസ്യൂമറുടെ, കസ്റ്റമറുടെ, ഉപഭോക്താവിന്റെ പ്രിഫറൻസ് നോക്കിയിട്ടായിരിക്കില്ല അത് നിങ്ങൾക്ക് തരാം. ഏത് നിങ്ങൾക്ക് തരാം? മെറിറ്റ് ഗുഡ്സ് നിങ്ങൾക്ക് തരാം. ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഗവൺമെന്റ് പ്രിഫറൻസ്, അത് നിങ്ങൾക്ക് തരാം ഗവൺമെന്റ് പ്രിഫറൻസ് ആയിരിക്കും. അതായത് എനിക്ക് പഠിക്കുവാനേ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, 14 വയസ്സ് വരെ ഞാൻ സ്കൂളിൽ പോയേ പറ്റൂ. ഇപ്പൊ അത് 18 ആവും, ഈ അടുത്ത കാലത്ത് 18 ആവും. എനിവേ, നിങ്ങളുടെ പ്രിഫറൻസ് എന്തോ ആയിക്കോട്ടെ, അതിനിവിടെ ഒരു വിലയുണ്ടാവില്ല. എവിടെ? മെറിറ്റ് ഗുഡ് ആണ് അതെങ്കിൽ, മെറിറ്റ് ഐറ്റം ആണ് അതെങ്കിൽ അത് ഗവൺമെന്റിന്റെ പ്രിഫറൻസാ. പ്രൈമറി എഡ്യൂക്കേഷൻ, ഇവിടുത്തെ ഹെൽത്ത്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? മെറിറ്റ് ഗുഡിൽ വരുന്ന. അത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും ഗവൺമെന്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബിക്കോസ് ദാറ്റ്സ് എ മെറിറ്റ് ഐറ്റം. ഇനി നോൺ മെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് അത് നിങ്ങളെ നിർബന്ധിച്ച് ഗവൺമെന്റ് ചെയ്യിപ്പിക്കൂല. യുവർ ചോയ്സ്, നിങ്ങളുടെ പ്രിഫറൻസ് ആണത്. പക്ഷെ ഗവൺമെന്റ് അതിന് സാഹചര്യം ഒരുക്കി തരും. ഗവൺമെന്റ് അതിനെ പ്രിഫറബിളി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് നീക്കി വെക്കൂല. പക്ഷെ എന്ത് നീക്കി വെക്കും? നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ, അതേപോലെ നിങ്ങളുടെ സുരക്ഷ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ മെറിറ്റ് ഐറ്റംസ് ആണ്, നിങ്ങളുടെ സുരക്ഷയുടെ ഭാഗമാണ്. അതായത് ഒരു ബിൽഡിങ്ങിന്റെ മേലെ കയറി നിന്ന് ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് കൊല വിളിക്കുന്നവൻ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാവുന്നത് എന്തുകൊണ്ടാ? അവന്റെ സുരക്ഷ മെറിറ്റ് ഐറ്റം ആയതുകൊണ്ടാണ്, മെറിറ്റ് ഗുഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അവൻ ചത്തു കഴിഞ്ഞാൽ ആര് ഉത്തരം പറയണം? ആ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റി ഉത്തരം പറയണം, അല്ലെങ്കിൽ പോലീസ് ഉത്തരം പറയണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ എന്താവുന്നത്, ആത്മഹത്യ ക്രിമിനൽ കുറ്റമായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എനിവേ, ഒരു കാരണം, പല കാരണങ്ങളുടെ ഒരു കാരണം. അപ്പോൾ ഇത് മെറിറ്റ് ഗുഡ് ആണ്, നിങ്ങളെ പ്രിഫറൻസ് അല്ല, ഗവൺമെന്റിനാണ് പ്രിഫറൻസ്. നോൺ മെറിറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നിങ്ങൾക്ക് നീക്കി വെച്ച് തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹയർ എഡ്യൂക്കേഷനെ 1997, അതായത് 26 കൊല്ലം മുമ്പേ നോൺ മെറിറ്റ് ഗുഡിലേക്ക് നീക്കി വെച്ചിരുന്നു. അതായത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളത് എന്ത് പറയില്ല, ഗവൺമെന്റ് നിങ്ങളെ നിർബന്ധിക്കില്ല. പക്ഷെ 14 വയസ്സ് വരെ നിങ്ങൾ പഠിച്ചോളണം, അത് നിർബന്ധം, സ്കൂളിൽ പോയിക്കൊള്ളണം. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യിപ്പിക്കാനോ വീട്ടിലിരുത്താനോ പീഡിപ്പിക്കാനോ ഒന്നും പാടില്ല, അവനെ സ്കൂളിൽ വിട്ടോളണം. ഓക്കെ, ഇനി ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, നോൺ മെറിറ്റ് ഗുഡ് ആണ്, നിങ്ങൾ വേണമെങ്കിൽ പോയ. പക്ഷെ 1997 അതിനെ നോൺ മെറിറ്റ് ഗുഡിലേക്ക് ആക്കിയത് മുതൽ ഇന്ന് വരെ അതൊരു ക്രിറ്റിസിസം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹയർ എഡ്യൂക്കേഷൻ ഒരു നോൺ മെറിറ്റ് ഗുഡ് അല്ല എന്നാണ് പല ഭാഗത്തുനിന്നും വരുന്ന ക്രിറ്റിസിസം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ പാർട്ട് ഒരു നോൺ മെറിറ്റ് ആവുക? ഗവൺമെന്റ് പ്രിഫറൻസ് ഇല്ലാത്തൊരു ഏരിയ, അതിന്റെ ക്രിറ്റിസിസം വേറെ നിൽക്കുന്നുണ്ട്, അതൊക്കെ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 1997 ഗവൺമെന്റ് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? നോൺ മെറിറ്റ് ഗുഡിൽ ഇട്ടിട്ടുണ്ട് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്ന് പറഞ്ഞോക്കെ. കുറെ ഡി ഒക്കെ പറയുന്നുണ്ടല്ലോ. ഈസി ക്വസ്റ്റൻ ആണല്ലോ, നമ്മളെ കോമൺ സെൻസിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നോക്കാം. വൺ ഓഫ് ദ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗുഡ് ഗവേണൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓട്ടോക്രാറ്റിക്. One of the major characteristic of good governance is that it is autocratic. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് RTI, റൈറ്റ് ഇൻഫർമേഷൻ ഈസ് വൺ ഓഫ് ദ ടൂൾസ് ഓഫ് ഗുഡ് ഗവേണൻസ്. നമുക്കൊന്ന് വായിച്ചോക്കെ. വൺ ഓഫ് ദ മേജർ ഗുഡ് ഗവേണൻസ്, നന്നായിട്ട് ഗവേൺ ചെയ്യുക, ഗവൺമെന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗവേൺ ചെയ്യുക എന്നുള്ളത്, ഭരിക്കുക നന്നായിട്ട്. അപ്പൊ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഗവേണൻസിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്നത് ഓട്ടോക്രാറ്റിക് ആണെന്ന് ചോദിച്ചാൽ അല്ല. ഓട്ടോക്രാറ്റിക് എന്നുള്ള സ്വേച്ഛാധിപത്യ ഭരണമാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോക്രാറ്റിക് ആയിട്ട് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധിപത്യ ഭരണം ഉള്ളതാണ്. ഒരിക്കലും ഗുഡ് ഗവേണൻസിന്റെ മേജർ ഫീച്ചറുകളിൽ ഒന്ന് എന്തല്ല? ഓട്ടോക്രാറ്റിക് അല്ല. ദോ സ്റ്റേറ്റ്മെന്റ് 1 is റോങ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് RTI, റൈറ്റ് ഇൻഫർമേഷൻ ഈസ് വൺ ഓഫ് ദ ടൂൾസ് ഓഫ് ഗുഡ് ഗവേണൻസ്. RTI ഗുഡ് ഗവേണൻസിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളുകളാണ്. അതായത് എന്താണ് ഗവൺമെന്റിൽ സംഭവിക്കുന്നത് എന്നറിയാനുള്ള വിവരാവകാശ നിയമം നിലനിൽക്കുന്നത്. നമ്മുടെ അവകാശങ്ങളിൽ എന്താ പറയാ, അവകാശങ്ങൾക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഗവൺമെന്റിന് എന്തും ചെയ്യാമെന്നുള്ളതിലപ്പുറം അത് നാട്ടിലെ പൗരന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ളൊരു പരിപാടി. അങ്ങനെ ഒരു വിജിലന്റ് മെന്റാലിറ്റി വന്നത് RTI കൂടി വന്നതോടുകൂടിയാണ്. സോ ദാറ്റ് ഇസ് എ ഗുഡ് ടൂൾ for good governance. So statement 1 is a wrong, statement 2 is a right one. According to All India Survey on Higher Education 2021, the enrollment in higher education in India was for the first time more than the following figure. 2020-21 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷന്റെ സർവേ റിപ്പോർട്ട് പ്രകാരം ഹയർ എഡ്യൂക്കേഷനിൽ എൻറോൾമെന്റ് ഇൻ ഇന്ത്യ വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റ് ഫിഗർ, ദ ക്വാണ്ടിറ്റി, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയോ ക്രോറിലും മേലെ പോയി. എത്ര ക്രോറിലും മേലെയാണ്. അവസാനം വന്ന റിപ്പോർട്ടാട്ടോ 2021 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. 5 കോടിയിലും മേലെയായിരുന്നു, 4 കോടിയിലും മേലെയായിരുന്നു, 2 കോടിയിലും മേലെയായിരുന്നു, 1.8 crore എബോ ആയിരുന്നു. ഈ ഒക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്.
4 കോടിയിലും മേലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2020-21 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എടുത്ത സമയത്ത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 4 കോടിയിലും അധികം കവിഞ്ഞു എന്നാ പറയുന്നത്. ഇനി ആരാണ് ഈ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ? അവര് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സർവേ നടത്തുന്ന ഏജൻസികളിലൊന്നാണ്, ഗവൺമെന്റ് ഏജൻസിയാണ്. ടു പോർട്രേ ദ സ്റ്റാറ്റസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി, രാജ്യത്തെ ഹയർ എഡ്യൂക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് വ്യക്തമാക്കാൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് എൻഡവേർഡ് ടു കണ്ടക്ട് ആൻ ആനുവൽ വെബ് ബേസ്ഡ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അങ്ങനെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു ആനുവൽ വെബ് ബേസ്ഡ് സർവേ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇന്നു മുതൽ 2010-11 തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. ദ സർവേ കവേഴ്സ്, ഇനി ആ സർവേ എന്താ ചെയ്യുന്നത്? കവേഴ്സ് all the institutions in the country engaged in imparting of higher education. അതെന്താ ചെയ്യണേ? The survey covers all the institution, രാജ്യത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, അത് സെൽഫ് ഫിനാൻസിങ് ആയിക്കോട്ടെ, എയ്ഡഡ് ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ലോകത്തെ ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് സർവേ നടത്തും. ഡാറ്റ ഈസ് ബീങ് കളക്റ്റഡ് ഓൺ സെവറൽ പാരാമീറ്റേഴ്സ് സച്ച് ആസ്, എന്നിട്ടോ അതിന്റെ ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യും? അധ്യാപകരുടെ പാരാമീറ്റേഴ്സും സ്റ്റുഡന്റ് എൻറോൾമെന്റ് പാരാമീറ്റേഴ്സും അവിടെ നടത്തുന്ന കോഴ്സുകളുടെ പ്രോഗ്രാമുകളുടെ പാരാമീറ്റേഴ്സും എക്സാമിനേഷൻ റിസൾട്ട് നോക്കിയിട്ടും എഡ്യൂക്കേഷൻ ഫിനാൻസ് നോക്കിയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയിട്ടും ഒക്കെ അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്, ഇനി അവർ പറയുന്ന പ്രകാരം, ASHE പറയുന്ന പ്രകാരം എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെൻസിറ്റി ആണ്. ഗ്രോസ് എൻറോൾമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഇത്ര കുട്ടികൾക്ക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ മലബാർ ഏരിയയിലുള്ള അത്രയൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കോളേജുകളോ എങ്ങോട്ട് കാണാറില്ല, നമ്മൾ തെക്കോട്ട് പോകുമ്പോൾ കാണാറില്ല എന്നുള്ളതാണ്. സോ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെൻസിറ്റി നോക്കിയിട്ടും ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ നോക്കിയിട്ടും ടീച്ചർ വിദ്യാർത്ഥി, അധ്യാപക വിദ്യാർത്ഥി അനുപാതം നോക്കിയിട്ടും ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്, അതായത് ആൺ പെൺ വ്യത്യാസം എത്രത്തോളം നിലനിൽക്കുന്നു നോക്കിയിട്ടും പെർ സ്റ്റുഡന്റ് എക്സ്പെൻഡിച്ചർ, ഒരു കുട്ടിക്ക് ആ സ്ഥാപനം എത്ര ചെലവ് താങ്ങുന്നു അല്ലെങ്കിൽ ചെലവ് വരുന്നു ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് അതിനെ സർവേ നടത്തി അതിന്റെ റിസൾട്ട് കൊണ്ടുവരും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരാ? ഇവരാണ്, ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. These are useful in making informed policy decisions and research for development of education sector. എഡ്യൂക്കേഷൻ സെക്ടറിന്റെ പൂർണ്ണ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പോളിസിയും ഇങ്ങനെയൊരു സർവേ ഏജൻസിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെറ്റ്. ആ ഒരു സെറ്റിലെ അവസാനത്തെ ചോദ്യമാണ്, ദ ഇമ്പോർട്ടന്റ് സജഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ലോർഡ് കേഴ്സൺ പ്രഭു. നമ്മള് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന, പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചാലാണല്ലേ കേഴ്സൺ പ്രഭു ആണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയെന്നല്ല, വാട്ട് ആർ ദ സജഷൻസ് എന്നാ ചോദിക്കുന്നത്. എയും ബിയും ഒക്കെ പറയുന്നുണ്ട്. നോക്കാം, നമുക്ക് അതിനു മുമ്പ് നമുക്ക് എന്താണ് ലോർഡ് കേഴ്സൺ പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടി നോക്കേ. The Indian University Commission was a body appointed in 1902. 1902 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? അന്നിയുടെ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭുവിന്റെ, ലോർഡ് കേഴ്സന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ യൂണിവേഴ്സിറ്റി കമ്മീഷനൊക്കെ ഉണ്ടായി വരുന്നത്. ഇന്റൻഡഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ റിഫോംസ് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇന്ത്യ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോയിന്റഡ് following a conference on education at Shimla in September 1901. ഷിംലയിൽ 1901 അതിനുവേണ്ടി ഒരു കോൺഫറൻസ് ഒക്കെ ചേരുന്നുണ്ട്. അങ്ങനെ ദ കമ്മീഷൻ വാസ് ലെഡ് ബൈ ദ ലോ മെമ്പർ തോമസ് റാലെയാണ് അതിന്റെ കമ്മീഷന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആള്. ആൻഡ് ഇൻക്ലൂഡഡ് അമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് സയ്യിദ് ഹുസൈൻ ബൽഗ്രാമി കൂടെ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് ഗുരുദാസ് ബാനർജി ഉണ്ടായിരുന്നു. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മീഷൻ ഇൻക്ലൂഡഡ് റെഗുലേഷൻ ഫോർ റിഫോർമേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ യൂണിവേഴ്സിറ്റി സെനറ്റുകളിലെ റിഫോർമേഷൻ, വിപ്ലവം കൊണ്ടുവരണം, മാറ്റം കൊണ്ടുവരണം. ഗ്രേറ്റർ representation of affiliated colleges in the Senate. സെനറ്റിലെ അഫിലിയേറ്റഡ് കോളേജുകളുടെ റെപ്രസെന്റേഷൻ കൂട്ടണം. ആൻഡ് സ്ട്രിക്റ്റർ മോണിറ്ററിംഗ് ഓഫ് അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ദ യൂണിവേഴ്സിറ്റി. അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷന് സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് വേണം എന്നുള്ളൊക്കെയായിരുന്നു അതിന്റെ ആവശ്യം, റെക്കമെൻഡേഷൻസ്. ഇറ്റ് ഓൾസോ മെയ്ഡ് റെക്കമെൻഡേഷൻ ഫോർ റിഫോം ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇവിടുത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ റിഫോം ചെയ്യണമെന്നും ഇവിടുത്തെ കരിക്കുലം റിഫോം ചെയ്യണമെന്നും ഒക്കെ ആര് റെക്കമെൻഡ് ചെയ്തു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. റെക്കമെൻഡേഷൻ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് എക്സാമിനേഷൻ, റിസർച്ച് ആസ് വെൽ ആസ് സ്റ്റുഡൻസ് വെൽഫെയർ ആൻഡ് സ്റ്റേറ്റ് സ്കോളർഷിപ്പ്. പരീക്ഷ, റിസർച്ച്, സ്റ്റുഡന്റ് വെൽഫെയർ, സ്കോളർഷിപ്പ്, ഇതൊക്കെ അതിന്റെ റെക്കമെൻഡേഷന്റെ
ഭാഗമായിട്ട് വന്നു. ദ റെക്കമെൻഡേഷൻസ് വെർ ഹൗവർ കോൺട്രവേഴ്ഷ്യൽ അറ്റ് ദ ടൈം. ആ സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയ പല റെക്കമെൻഡേഷൻസ് അതിലുണ്ടായിരുന്നു. ദർ വാസ് എ ഗ്രോയിങ് നാഷണലിസ്റ്റ് സെന്റിമെന്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് എ നമ്പർ ഓഫ് കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആർ റൈസൺ ഇൻ മെട്രോപൊളിറ്റൻ സബർബ്സ് വിച്ച് were linked to the major universities of Calcutta, Bombay and Madras. ഈ കൽക്കത്ത, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രം എടുക്കുന്ന സമയത്ത് നാഴികക്കല്ലായിട്ട് പറയുന്ന 3 യൂണിവേഴ്സിറ്റികളായിരുന്നു. അപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതും അതൊരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെന്റിമെന്റൽ വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാർ ഭരിക്കുന്ന അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മുൻകൈയെടുക്കലൊക്കെ ആയിട്ട് തോന്നിയിട്ട് അത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ദിസ് സെറ്റ് ദെയർ on curriculum and the recommendation for the commission were seen as a measures to de-recognize and regulate indigenous institution which fell into disfavor of the Raj. എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യാൻ, അതായത് തദ്ദേശീയമായ നമ്മുടെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്തിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ബ്രിട്ടീഷ് ചൊവ്വയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഡെസ്പൈറ്റ് സ്ട്രോങ് ആൻഡ് സസ്റ്റൈൻഡ് ഒപ്പോസിഷൻ ഫ്രം ദ ഇന്ത്യൻ പോപ്പുലേസ്, ദ റെക്കമെൻഡേഷൻ വെർ ഇനാക്റ്റഡ് ബൈ കേഴ്സൺ ആസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904. അതിന് തുടർച്ചയായിട്ട് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ടും കേഴ്സൺ പ്രഭു തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചോദ്യം വായിക്കാം. ലോർഡ് കേഴ്സൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായി വന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തേത്, റെക്കഗ്നിഷൻ ടു ന്യൂ കോളേജസ് ടു ബി ഗിവൺ അണ്ടർ stringent rules. റെക്കഗ്നിഷൻ ടു ന്യൂ കോളേജസ് ടു ബി ഗിവൺ അണ്ടർ stringent rules. അതായത് പുതിയ കോളേജുകളെ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെ? സ്ട്രിഞ്ചന്റ് റൂൾ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് റൂളുകളെയാണ് നമ്മൾ സ്ട്രിഞ്ചന്റ് റൂൾ എന്ന് വിളിക്കുക. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് റൂളുകൾ കൊണ്ടുവന്നിട്ട് പുതിയ കോളേജുകളെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാം. അല്ലെങ്കിലോ സ്ട്രിക്റ്റ് അല്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ റൂളിന്റെ കൂടെ വരാത്ത ഒന്നിനെയും റെക്കഗ്നൈസ് ചെയ്യണ്ട എന്നുള്ള അർത്ഥം. ഇനി ടീച്ചിങ് വർക്ക് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ്. ടീച്ചിങ് വർക്കുകളൊക്കെ അവിടെ ഏത് നിലവാരത്തിൽ തുടങ്ങണം? യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുടങ്ങണം. ഇനി ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ഇത് മൂന്നുമായിരുന്നു തന്നിരിക്കുന്ന ഓപ്ഷനുകളിലെ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് ബി ലിമിറ്റഡ്. വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ലിമിറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ലോർഡ് കേഴ്സൺ പ്രഭുവിന്റെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഒരിക്കൽ പോലും വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പം ഡി വരില്ല. ദ ഹർത്തർ കമ്മിറ്റി ഷുഡ് ബി അപ്പോയിന്റ്. ഹർത്തർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഈ പറയുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരവുമല്ല. അപ്പൊ നമുക്ക് എന്ത് വേണ്ട? ഡിയും ഇയും വേണ്ട, എയും ബിയും സിയും മാത്രം മതി. അത് മൂന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. എല്ലാം GK ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ സിലബസിൽ പറഞ്ഞ ഒന്നും ആ ഒരു സെറ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ എന്ത് ചെയ്യുക? മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ അതിന് ഒറ്റ വഴിയുള്ളൂ, PYQ മാക്സിമം ചെയ്യുക എന്നുള്ളത്. ഹയർ എഡ്യൂക്കേഷനൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഒത്തിരി കിട്ടിയതാണ്. അതിലൊരൊറ്റ ഒന്നിനെയും വിട്ടുപോവാതെ കൈകാര്യം ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.